Good afternoon, my dear students. KSI ട്രെയിനിങ് കോളേജിലെ 2024-26 ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ക്ലാസ്സുകൾ തുടങ്ങിയത്. ഒന്നാമത്തെ ദിവസം പ്രിൻസിപ്പാളും എല്ലാ അധ്യാപകരും പുതിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി നമ്മുടെ ജനറൽ ഹാളിൽ ഒരുമിച്ച് കൂടുകയും പുതിയ കുട്ടികളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് BEd കോഴ്സിനെ കുറിച്ചും KSI ട്രെയിനിങ് കോളേജിനെ കുറിച്ചും കുട്ടികളിൽ നിന്ന് എന്താണ് കോളേജ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം വെള്ളിയാഴ്ച ഫസ്റ്റ് അവർ ഞാനും, സെക്കൻഡ് അവർ ഫൈസൽ സാറും, അതുപോലെ തന്നെ തേർഡ് അവർ വീണ്ടും ഞാൻ എന്ന രീതിയിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലേക്ക് ഞങ്ങൾ വന്നു. എന്നിട്ട് ഫൈസൽ സാർ എന്താണ് സംസാരിച്ചത് എന്ന് എനിക്കറിയില്ല. സാറിനെ പിന്നെ കണ്ടിട്ടില്ല, കാരണം സാറ് അതിന്റെ പിറ്റേ ദിവസം ഗൾഫ് രാജ്യത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഞാൻ ഒന്നാമത്തെ പീരീഡ് ഞാൻ എടുക്കുന്നത് ജനറൽ പേപ്പർ, കോണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ പേപ്പർ, സമകാലീന ഇന്ത്യൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പേപ്പറിനെ കുറിച്ചു. അതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ഇന്റേണൽ മാർക്കിന്റെ ഇവാലുവേഷൻ ഏത് രീതിയിലായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. മൂന്നാമത്തെ പീരീഡ് എന്റെ രണ്ടാമത്തെ പീരീഡ്, കോളേജിലെ മൂന്നാമത്തെ പീരീഡ് ഞാൻ എടുക്കാൻ പോകുന്ന ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന പേപ്പറിനെ കുറിച്ചും അതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ ഇന്റേണൽ മാർക്ക് ഏത് രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇന്റേണൽ മാർക്ക് ഡിവൈഡ് ചെയ്ത് ഏത് രീതിയിലാണ്, ഏതൊക്കെ ഏരിയകൾ, ഏതൊക്കെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ്, അവലോകനം ചെയ്തിട്ടാണ്, അനലൈസ് ചെയ്തിട്ടാണ്, ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നൽകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കുകയുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ചയാണ് ക്ലാസ് ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച ഒന്നാമത്തെ പീരീഡ് നൗഫി ടീച്ചറും രണ്ടാമത്തെ പീരീഡ് അഷ്റഫ് സാറും, അതുപോലെ തന്നെ മൂന്നാമത്തെ പീരീഡ് ആരുടെ കാര്യത്തിൽ എനിക്ക് ഓർമ്മയില്ല, മറ്റൊരാളും എന്ന രീതിയിൽ ക്ലാസ്സുകൾ നടന്നു. മാത്രമല്ല അന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ബാച്ചിലുള്ള ഏകദേശം 25ഓളം പേര് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുകയും ചെയ്തു. അതിനുശേഷം ക്ലാസ് ഉണ്ടായിട്ടില്ല. ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ടീച്ചർ എന്ന രീതിയിൽ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു അധ്യാപനം, പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയോട് വല്ലാത്തൊരു അഭിനിവേശമാണ്. അത് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം കഴിഞ്ഞ ബാച്ച് ഇവിടുന്ന് പോയി, നിങ്ങളുടെ ജസ്റ്റ് സീനിയേഴ്സ് ആയിട്ടുള്ളവരുടെ ബാച്ചിന്റെ തേർഡ് സെമസ്റ്റർ തുടങ്ങി. തേർഡ് സെമസ്റ്റർ ഓപ്ഷണൽ ക്ലാസ്സുകൾ മാത്രമായതുകൊണ്ട് എനിക്കതിൽ വലിയ റോളില്ല. അതുകൊണ്ട് ഏകദേശം കഴിഞ്ഞ മാർച്ച് 31 കഴിഞ്ഞു. ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലാസ്സൊന്നും എടുക്കാതെ ഇങ്ങനെ കഴിക്കാൻ 2 മാസം നിങ്ങളുടെ സീനിയേഴ്സിന്റെ ക്ലാസ് ജൂണിൽ കഴിഞ്ഞതിന് ശേഷം, അവരുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ ഇരിക്കുകയാണ്. കാരണം ക്ലാസ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുതിയ കുട്ടികൾ വന്നിട്ട് അവരുമായി കണ്ടുമുട്ടണമെന്നും ക്ലാസ്സിൽ ഡിസ്കഷൻസ് ഒക്കെ നടക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ്
ആർക്കും തടുക്കാനാകാത്ത രീതിയിൽ വലിയൊരു ദുരന്തം കടന്നു വരികയും മഴ തോരാതെ പെയ്യുന്നതുകൊണ്ട് സ്കൂളുകളൊക്കെ കോളേജുകളൊക്കെ അവധിയാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, ഇത്തരം സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് വളരെ മുമ്പ് തന്നെ, കോവിഡിന് മുമ്പ് തന്നെ ഞാൻ ഓൺലൈനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ഓൺലൈൻ ക്വിസുകൾ നടത്തുമായിരുന്നു, ഓൺലൈനായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു, ചിലപ്പോൾ വോയിസ് ക്ലിപ്പൊക്കെ ആയിട്ട് കൊച്ചു കൊച്ചു ക്ലാസ്സുകളൊക്കെ നൽകുമായിരുന്നു. കാരണം നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം, ഒരുപാട് ലീവുകൾ വരുന്നത് കാരണം പലപ്പോഴും നമ്മുടെ സിലബസ് പരിപൂർണമായി തീർക്കാൻ അപര്യാപ്തമായിട്ട് വരും. സിലബസ് തീർക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഓടിച്ചു പോകാൻ നമുക്ക് തീർക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് വിശാലമായി അത് ഓരോ ഉദാഹരണങ്ങളൊക്കെ ഉപയോഗിച്ച് ചർച്ച ചെയ്യും. പോയിന്റുകൾ മാത്രം പറയാനാണെങ്കിൽ എന്നാവശ്യമില്ല. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നിന്ന് പോയിന്റ് കിട്ടും, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് പോയിന്റ് കിട്ടും. നേരെ മറിച്ച് ക്ലാസ് റൂമിൽ ആ പോയിന്റുകളെ കുറിച്ച് എനിക്കുള്ള ധാരണ ഞാൻ പറയും, ആ പോയിന്റുകളെ കുറിച്ച് നിങ്ങൾക്കും പല ധാരണകളുണ്ട്. പല വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടും വിജ്ഞാനവും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അതിനെ അവലോകനം ചെയ്തിട്ട് നിങ്ങളുടേതായ അഭിപ്രായം നിങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടാവും. മിക്കവാറും വിഷയങ്ങൾ ജീവിതഗന്ധിയാണ്, ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടാകും. അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നിൽ നിന്നും കുറെയൊക്കെ നിങ്ങൾ പഠിച്ച്, നിങ്ങളിൽ നിന്നും കുറെ ഞാൻ പഠിച്ച്, അങ്ങനെ ഒരു ഡിസ്കഷൻ എന്ന രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഇടക്കിടക്ക് ലീവ് വരുമ്പോൾ എനിക്ക് സങ്കടമാണ്, ശരിക്കും എനിക്ക് സങ്കടമാണ്. കാരണം ക്ലാസ്സുകൾ വേണം, അധ്യാപനം എന്ന രീതിയിൽ പഠിപ്പിക്കാൻ എപ്പോഴും അവസരം കിട്ടിക്കൊണ്ടിരിക്കണം. മാത്രമല്ല നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശാലമായി പഠിപ്പിക്കാൻ സാധിക്കണം. അപ്പൊ ഞാൻ ആലോചിച്ചിരുന്നത്, ആദ്യത്തെ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ പോയ സമയത്ത് ഏകദേശം ഞാൻ എടുക്കുന്ന 2 പേപ്പറിനെ കുറിച്ചും എന്തൊക്കെയാണ് അതിൽ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് 30ഓളം സ്റ്റുഡൻസ് മാത്രമേ ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ. 30 ഉണ്ടോ എന്ന സംശയമാണ്. സ്വാഭാവികമായും പിന്നീട് വരുന്ന ആളുകൾക്ക് ഞാൻ ഇതൊന്നും പറയാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരോട് ചെയ്യുന്നൊരു അപരാധമാണ്. കാരണം അവർ 1-2 ദിവസം കോളേജിൽ വരാൻ വൈകിയത് അവരുടെ കാരണം കൊണ്ടല്ല, അവരുടെ അഡ്മിഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. സ്വാഭാവികമായും നേരത്തെ ആദ്യം വന്ന ആളുകളോട് സംസാരിച്ചത് കിട്ടുവാനുള്ള അവകാശം അവസാനം വന്നവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച എനിക്ക് അവർ ഇല്ലെങ്കിലും ചൊവ്വാഴ്ച എനിക്ക് സെക്കൻഡ് അവർ എനിക്കായിരുന്നു തീരുമാനിക്കപ്പെട്ടിരുന്നത്. പിന്നീട് ചൊവ്വാഴ്ച അവധിയായപ്പോൾ ബുധനാഴ്ച അത് എനിക്ക് തീരുമാനിക്കപ്പെട്ടു. പിന്നീട് വീണ്ടും ബുധനാഴ്ച അവധിയായപ്പോൾ അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പൊ ഞാൻ ആ ഒരു അവർ ഒന്നുകൂടെ പുതിയ കുട്ടികൾക്ക് വേണ്ടി മറ്റൊരു തരത്തിൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങളും കാര്യങ്ങളും പേപ്പറിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലൊക്കെ നടത്തണം എന്നായിരുന്നു തീരുമാനിച്ചത്. പക്ഷെ ഇത് അനന്തമായി നീളുന്നതുകൊണ്ട്, ഈ ലീവ് എന്ന് പറയുന്നത് അനന്തമായി നീളുന്നതുകൊണ്ട് ഇനി അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ നേരെ സിലബസിലുള്ള ടോപ്പിക്കുകളിലേക്ക് പ്രവേശിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. പുതുതായി വന്ന, നേരത്തെ ഞാൻ എടുക്കുന്ന 2 പേപ്പറുകളെ കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ നടത്തുന്ന സമയത്ത് ഇല്ലാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി ഞാൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ 2 പേപ്പറുകളാണ് നിങ്ങൾക്ക് വേണ്ടി 1ാം സെമസ്റ്ററിൽ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ മിക്കവാറും ആളുകൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അറിയുമെങ്കിലും വിദ്യാഭ്യാസത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ട് ഒരു അപരിചിതം തോന്നുമെങ്കിൽ പോലും ഞാൻ എടുക്കുന്ന
ഒരു പേപ്പർ. BEd അത് 2ാം പേപ്പറാണ്. ഫസ്റ്റ് സെമസ്റ്ററിലെ 1ാമത്തെ പേപ്പർ BEd C101 എന്ന് പറഞ്ഞത് സൈക്കോളജിയാണ്. ഞാൻ എടുക്കുന്നത് 2nd പേപ്പർ BEd C102 കോണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ, അഥവാ സമകാലീന ഇന്ത്യയും വിദ്യാഭ്യാസവും എന്ന് പറയുന്ന പേപ്പർ. അത് കേൾക്കുമ്പോൾ, അതിൽ ചില കോൺസെപ്റ്റുകൾ കേൾക്കുമ്പോൾ, ചില ടേമുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അപരിചിതം തോന്നിയേക്കും. എന്നാൽ അതിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, മിക്കവാറും വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയുന്നവയാണ്, നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, നിങ്ങൾ വായിച്ചറിഞ്ഞതാണ്, നിങ്ങൾ കേട്ടറിഞ്ഞതൊക്കെയാണ്. രസകരമായ ഒരു പേപ്പർ, കോണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ, സമകാലീന ഇന്ത്യയും വിദ്യാഭ്യാസവും. ശരിക്കും പണ്ട് BEd 1 വർഷത്തെ കോഴ്സായിരുന്ന കാലഘട്ടത്തിൽ ഒരൊറ്റ പേപ്പർ ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ ഇൻ ദ എമർജിംഗ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പേപ്പർ. ആ പേപ്പറിനെ സ്പ്ലിറ്റ് ചെയ്യും. അതിലൊരു ഭാഗം ഫസ്റ്റ് സെമസ്റ്ററിൽ, മറ്റൊരു ഭാഗം 2nd സെമസ്റ്ററിൽ, മറ്റൊരു ഭാഗം 4th സെമസ്റ്ററിൽ വരുന്ന രീതിയിലാണ് ഇപ്പോൾ BEd. പണ്ട് നമ്മൾ അതിനകത്ത് വാക്കിൽ ഫിലോസഫി എന്നായിരുന്നു ആ പേപ്പറിനെ വിളിച്ചിരുന്നത്. കാരണം ഫിലോസഫിക്കലാണ്, തത്വചിന്താപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും അതിൽ വരുന്നത്. അതിൽ നിന്ന് മാറി അത് 3 സെമസ്റ്ററുകളിലേക്ക് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ്, സെക്കൻഡ്, 4th എന്ന രീതിയിലേക്ക് പോയി. ഫസ്റ്റ് സെമസ്റ്ററിൽ കോണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഒരു പേപ്പർ, സമകാലീന ഇന്ത്യയും വിദ്യാഭ്യാസവും. സമകാലീന ഇന്ത്യയും വിദ്യാഭ്യാസവും എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തായിരിക്കും അതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ചെറിയൊരു ഊഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാം. ഞാനത് ക്ലാസ്സിൽ ഓഫ്ലൈനായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, നേരത്തെ വന്ന ഫ്രണ്ട്സ്, കൂട്ടുകാർ ക്ലാസ്സിലുള്ള സമയത്ത് ഞാൻ അവർക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഒക്കെ സ്പൂൺ ഫീഡിങ് പോലെ പഠിക്കുന്നതിൽ നിന്ന് മാറണം. ക്ലാസ്സിൽ കിട്ടുന്ന നോട്ട് മാത്രം പഠിക്കുക, വായിക്കുന്ന പുസ്തകത്തിൽ ഇത് മാത്രം പഠിക്കുക എന്നതിനപ്പുറത്ത് നമ്മൾ നേരത്തെ കിട്ടിയ വിജ്ഞാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില ടേമുകൾ കേൾക്കുമ്പോൾ, കാണുമ്പോഴൊക്കെ അതിനെ അനലൈസ് ചെയ്യാൻ, അതിനെ ഒന്ന് ഇൻഫർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇൻഫറൻസ് എന്ന് പറയും, സ്കിൽ ഓഫ് ഇൻഫറൻസ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ടേം കേൾക്കുമ്പോൾ, കാണുമ്പോൾ, വായിക്കുമ്പോഴൊക്കെ അതിനെ അനലൈസ് ചെയ്ത് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളത് നേടിയെടുക്കണം. ചിലപ്പോൾ നിങ്ങളിൽ ചിലത് നേടിയെടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് നേടിയെടുക്കണം. അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒരു കാര്യമില്ല, ഒക്കെ നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ട് മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുമെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് കോണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നൊരു പേപ്പറിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിലരെ ഊഹിച്ചിട്ടുണ്ടാവും അതിൽ എന്താണ് കോണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് സമകാലീന ഇന്ത്യ, എന്താണ് ഇന്ത്യയുടെ പ്രത്യേകത? മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയെ വേർതിരിക്കുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്, അല്ലെ? ആ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് there are different aspects which make India exclusive from other countries. India has got some specialities. India has got some special features, some exclusive features. India is different from other countries in so many aspects. So the first unit will be on this aspect of India. Nothing else but social diversity. In the first unit of contemporary Indian education, we will discuss what social diversity is, what different types of social diversity are, what the different factors behind social diversity are, whether social diversity in India is still positive or negative,
when does social diversity become positive? Whether social diversity is there in India, all these aspects will be discussed as a part of the first unit of this paper. എന്താണ് സാമൂഹിക വൈവിധ്യം? എന്തൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള സാമൂഹിക വൈവിധ്യങ്ങൾ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഡൈവേഴ്സിറ്റി എന്തൊക്കെയാണ്? ഇന്ത്യയിൽ സോഷ്യൽ ഡൈവേഴ്സിറ്റി ഉണ്ടോ? ഇന്ത്യയിൽ സാമൂഹിക വൈവിധ്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സാമൂഹിക വൈവിധ്യങ്ങളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്? ഇന്ത്യയിൽ സാമൂഹിക വൈവിധ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള വ്യത്യസ്ത തരം സാമൂഹിക വൈവിധ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, ആ വ്യത്യസ്ത തരം സാമൂഹിക വൈവിധ്യങ്ങളിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡിഫറെന്റ് ഫാക്ടേഴ്സ് ബിഹൈൻഡ് സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. എന്തൊക്കെ ഘടകങ്ങൾ കാരണമാണ് ഇന്ത്യയിൽ സോഷ്യൽ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ഇത്രയും വ്യത്യസ്ത തരമായ സോഷ്യൽ ഡൈവേഴ്സിറ്റി, സാമൂഹിക വൈവിധ്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്? സോഷ്യൽ ഡൈവേഴ്സിറ്റി എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്, എപ്പോഴാണ് അത് നെഗറ്റീവ് ആകുന്നത്? ഇന്ത്യയിലുള്ള സോഷ്യൽ ഡൈവേഴ്സിറ്റി ഇപ്പോഴും പോസിറ്റീവ് ആണോ, ഇപ്പോഴും നെഗറ്റീവ് ആണോ? What is cultural pluralism and what is cultural conflict? Whether cultural pluralism is there in India, whether it was there in India and whether it is not there in India, whether it was there in India and whether it is still there in India. എന്താണ് കൾച്ചറൽ പ്ലൂറലിസം? എന്താണ് സാംസ്കാരിക ബഹുസ്വരത? ഇന്ത്യയിൽ സാംസ്കാരിക ബഹുസ്വരത ഉണ്ടോ? പണ്ടുണ്ടായിരുന്നോ? ഇപ്പോൾ നഷ്ടപ്പെട്ടതാണോ? പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടോ? ഇതൊക്കെ നമ്മൾ ഈ പേപ്പറിന്റെ ഒന്നാമത്തെ യൂണിറ്റിന്റെ ഭാഗമായി ചർച്ച ചെയ്യാൻ പോകും. പിന്നെ ഈ പോസിറ്റീവ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അത് സമൂഹത്തിൽ കൾച്ചറൽ പ്ലൂറലിസം കൊണ്ടുവരും എന്ന് പറഞ്ഞൊരു ഹാർമോണിയസ് ലിവിംഗ് വരുന്നുണ്ടോ? ഇന്ത്യയിൽ ഇപ്പോഴും ആ ഹാർമോണിയസ് ലിവിംഗ് അഥവാ കൾച്ചറൽ പ്ലൂറലിസം ഉണ്ടോ? ഒരു മതസൗഹാർദ്ദമുണ്ടോ? അല്ലെങ്കിൽ ഒരു സാമൂഹിക സൗഹാർദ്ദ അന്തരീക്ഷം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വിദ്യാഭ്യാസത്തിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ കോണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന, സമകാലീന ഇന്ത്യയും വിദ്യാഭ്യാസവും എന്ന് പറയുന്ന ഈ പേപ്പറിന്റെ ഒന്നാമത്തെ യൂണിറ്റിന്റെ ഭാഗമായി ചർച്ച ചെയ്യാൻ പോകുകയാണ്. അതിന്റെ രസമല്ലേ? നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളിങ്ങനെ നോക്കും. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കൂട്ടിക്കൊണ്ട് ട്രെയിനിലോ വിമാനത്തിലോ യാത്രയൊന്നും ഞാൻ നടത്താൻ പോകുന്നില്ല. മറിച്ച് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കും. നമ്മുടെ ആത്മാവ് കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് നമ്മൾ സഞ്ചരിക്കാം. രസകരമായ പലതും നമ്മൾ കാണും. ഇതാണ് ഒന്നാമത്തെ യൂണിറ്റ്. ഏകദേശം ഇതിൽ നമ്മൾ എന്താണ് കൾച്ചറലി റെസ്പോൺസീവ് പെഡഗോഗി, സാംസ്കാരിക പ്രതികരണീയ ബോധനശാസ്ത്രം എന്താണ് എന്നൊക്കെ നമ്മൾ അവിടെ എന്തെങ്കിലും ചർച്ച ചെയ്യും. പിന്നെ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ചർച്ച ചെയ്യും. സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, ഇതിന്റെ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യും. ആൻഡ് സി, we are not going to discuss each and every aspect of Indian Constitution. We will discuss about the preamble of Indian Constitution, then fundamental duties included in the Indian Constitution, fundamental rights included in the Indian Constitution, fundamental duties, directive principles. We will discuss what is meant by fundamental rights, what are different fundamental rights in Indian Constitution, and we will discuss the meaning of the preamble of
Indian Constitution. We will discuss the fundamental duties. We will discuss directive principles, and we will discuss the difference between fundamental rights and directive principles. I will just tell some basics about all these things. And we have to concentrate on education, the concept of education, because this paper is a part of BEd, and BEd is a course called Bachelor of Education. So we will not go deeper into different aspects of Indian Constitution, but we will just try to look at what Indian Constitution says about education. Whether education is a fundamental right, whether there is something called positive discrimination or reservation in the case of education for some sections of the society, and how does Indian Constitution forward some privileges, some concessions, some reservations, some positive discrimination towards such sections of people in the case of education. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചാണ് രണ്ടാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ, ഇതൊരു പൊളിറ്റിക്കൽ സയൻസ് കോഴ്സാണോ, അല്ലെങ്കിൽ ഇതൊരു ഹിസ്റ്ററി കോഴ്സാണോ, അല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ സയൻസ് കോഴ്സാണോ എന്ന് ചോദിച്ചേക്കാം. അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യില്ല. നമ്മൾ ഇന്ത്യൻ ഭരണഘടന എന്താണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത് എന്ന് പറയണം. അപ്പൊ അത് സംസാരിക്കുന്ന സമയത്ത് എന്താണ് മൗലികാവകാശം എന്ന് പറഞ്ഞാൽ, എന്താണ് നിർദ്ദേശക തത്വം എന്ന് പറഞ്ഞാൽ, എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഒരു പൗരന്റെ കടമ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണോ, ഒരു മൗലികാവകാശമാണോ, പണ്ടായിരുന്നോ, പിന്നീട് ആയതാണോ, ഇപ്പോഴാണോ, അതുപോലെ വിദ്യാഭ്യാസത്തെ കുറിച്ച് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഭരണഘടന പറയുന്നത്, ഭരണഘടന ഏതെങ്കിലും തരത്തിലുള്ള സംവരണത്തെ കുറിച്ച് പറയുന്നുണ്ടോ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഏതൊക്കെ ആർട്ടിക്കിളുകളിലാണ് വിദ്യാഭ്യാസ സംവരണത്തെ കുറിച്ച് ഭരണഘടന പറയുന്നത്, അങ്ങനെ ഈ വിദ്യാഭ്യാസവും ഭരണഘടനയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അതാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. രസകരമായ ചർച്ചകളായിരുന്നു. പിന്നെ ഞാൻ മൂന്നാമത്തെ യൂണിറ്റ്, നാലാമത്തെ യൂണിറ്റ് അങ്ങനെ പറയുന്നില്ല, കാരണം 3ഉം 4ഉം യൂണിറ്റുകളൊക്കെ ഇങ്ങനെ ഒരു ക്ലബ് ചെയ്തിട്ട് ആണ് വരുന്നത്. ഞാൻ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ യൂണിറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ യൂണിറ്റ് അങ്ങനെയല്ല എടുക്കുക. കാരണം അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടി, ഞാൻ അതിൻ്റെ ഒരു തുടർച്ച ലഭിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞ് ഞാൻ നേരെ മൂന്നാമത്തെ യൂണിറ്റിലേക്കോ നാലാമത്തെ യൂണിറ്റിലേക്കോ ചാടും. അത് എന്തുകൊണ്ടാണെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. പഠിപ്പിക്കുമ്പോൾ അതിനൊരു തുടർച്ച ഉണ്ടാകാൻ, ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഒരു യൂണിറ്റിൽ പിന്നെ സംസാരിക്കുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തെ കുറിച്ചാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. വി വിൽ ഡിസ്കസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. In that paper, we have to make a journey, a voyage from the ancient India to the present India. We'll start from the Vedic age, and we will talk about different aspects of Vedic education. We'll talk about the aims of education during the Vedic age, the curriculum during the Vedic age. Then we will talk about Upanayana ceremony. We will talk about Purusharthas. We will talk about ashramas and different things. And we will talk about the role of teacher during the Vedic age. We will talk about different methods of teaching during the Vedic age. നമ്മൾ തുടങ്ങുന്നത് വേദകാലത്തിൽ നിന്നാണ്. വേദകാലത്ത് വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു, വേദകാലത്ത് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു, വേദകാലത്ത് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്താണ് ഉപനയന സെറമണി, വേദകാലത്ത് വിദ്യാഭ്യാസത്തിൽ ഉപയോഗിച്ചിരുന്ന കരിക്കുലം എന്തായിരുന്നു, വേദകാലത്ത് എന്തായിരുന്നു അധ്യാപകന്റെ റോൾ, വേദകാല വിദ്യാഭ്യാസത്തിൽ ഉപയോഗിച്ചിരുന്ന ടീച്ചിങ് മെത്തേഡുകൾ,
ബോധന രീതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മളവിടെ ചർച്ച ചെയ്യും. പിന്നെ നമ്മൾ മെല്ലെ സഞ്ചരിച്ച് എവിടേക്ക് വരും? ബുദ്ധ കാലഘട്ടത്തിലേക്ക് വരും. അങ്ങനെ ബുദ്ധ കാലഘട്ടത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ബുദ്ധിസം മുന്നോട്ട് വെക്കുന്ന പരമസത്യങ്ങൾ, എന്താണ് ബുദ്ധിസം മുന്നോട്ട് വെക്കുന്ന അഷ്ടാംഗ മാർഗങ്ങൾ, ബുദ്ധകാലത്തെ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു, ബുദ്ധകാല വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ബുദ്ധകാല വിദ്യാഭ്യാസ കരിക്കുലം എന്തായിരുന്നു, ബുദ്ധകാലത്ത് വിദ്യാഭ്യാസത്തിന്റെ ടീച്ചിങ് മെത്തേഡ്സ്, ബോധന രീതികൾ എങ്ങനെയായിരുന്നു, ബുദ്ധകാല വിദ്യാഭ്യാസവും വേദകാല വിദ്യാഭ്യാസവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു, ഇതൊക്കെ നമ്മൾ അവിടെ ചർച്ച ചെയ്യും. പിന്നെ നമ്മൾ സഞ്ചരിച്ച് നമ്മൾ മധ്യകാലഘട്ടത്തിലേക്ക്, ഇസ്ലാമിക് കാലഘട്ടത്തിലേക്ക്. ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്തായിരുന്നു, വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, വിദ്യാഭ്യാസത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അങ്ങനെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞ് നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയും. ബ്രിട്ടീഷുകാർ എപ്പോഴാണ് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് തന്നെ ഇന്ത്യക്കാർ വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങിയിരുന്നു, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തില്ല, എപ്പോഴാണ് അവർ ഇന്ത്യക്കാർ വിദ്യാഭ്യാസം കൊടുക്കാൻ തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ആ സമയത്ത് കൊടുത്തത്, അവർക്ക് ഇന്ത്യക്കാരോട് സ്നേഹം ഉണ്ടായത് കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു, എന്താണ് ചാർട്ടർ ആക്ട്, ഒന്നാം ചാർട്ടർ ആക്ട് എന്താണ്, രണ്ടാം ചാർട്ടർ ആക്ട് എന്താണ്, മെക്കാളെ മിനിറ്റ്സ് എന്താണ്, ചാൾസ് വുഡിന്റെ റിപ്പോർട്ട്, ഡിസ്പാച്ച്, ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത്, ആബട്ട് വുഡ് റിപ്പോർട്ട് എന്താണ്, സാർജന്റ് പ്ലാൻ എന്താണ്, ഏത് റിപ്പോർട്ടാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മാഗ്ന കാർട്ടയായിട്ട് അറിയപ്പെടുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്, ഇതാണ് ആ ചർച്ചയുടെ ഇടയിൽ നമ്മൾ മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയും. പിന്നെ നമ്മൾ അതിന് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയും. എസ് രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ച് പറയും. എപ്പോഴാണ് എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നത്, എന്തായിരുന്നു എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ ഉദ്ദേശം, എന്തൊക്കെയായിരുന്നു എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ, എന്താണ് മുതലിയാർ കമ്മീഷൻ, ആരായിരുന്നു മുതലിയാർ കമ്മീഷന്റെ ചെയർമാൻ, മുതലിയാർ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു, റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു, കോത്താരി കമ്മീഷൻ എപ്പോഴാണ് വന്നത്, എപ്പോഴാണ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വെച്ചത്, ആ റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു, 1968 ദേശീയ വിദ്യാഭ്യാസ നയം എന്താണ്, 1986 ദേശീയ വിദ്യാഭ്യാസ നയം എന്താണ്, 1986 ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നത്, എന്താണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, എന്താണ് നവോദയ സ്കൂൾ, എന്താണ് വയോജന വിദ്യാഭ്യാസം, അഡൾട്ട് എഡ്യൂക്കേഷൻ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ നമ്മൾ 90കളിലേക്ക് വരും, പിന്നെ നമ്മൾ 2000ത്തിലേക്ക് വരും. SSA എന്താണ്, ആരാണ് SSA കൊണ്ടുവന്നത്, SSAയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു, പിന്നെ നമ്മൾ അങ്ങനെ വന്ന് 2005 നോളജ് കമ്മീഷനെ കുറിച്ച് പറയും. ആരാണ് നോളജ് കമ്മീഷനെ നിയമിച്ചത്, എന്തായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ, പിന്നെ നമ്മൾ അങ്ങനെ 2009-10 ദേശീയ വിദ്യാഭ്യാസ നിയമത്തെ കുറിച്ച് പറയും. അങ്ങനെ ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ രസകരമായ ഒരു യാത്ര. നിങ്ങളതിന് തയ്യാറായി നിൽക്കണം. അതൊക്കെ രസകരമാണ്, കാരണം ഭയങ്കര ഹൈലി ഫിലോസഫിക്കലായിരിക്കും ചിലപ്പോൾ. അത് രസകരമാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. നമുക്കറിയാത്ത കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ കൂടുതൽ അറിയാവുന്ന ജിജ്ഞാസ, ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഞാൻ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ നേരത്തെ വന്ന കൂട്ടുകാരോട് പറഞ്ഞിരുന്നു, ക്യൂരിയോസിറ്റി ഈസ് വൺ ഓഫ് ദ ഗേറ്റ് വേസ് ഓഫ് ലേണിംഗ്. ജിജ്ഞാസ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഗേറ്റ് വേകൾ ഒന്നാണ്. അപ്പൊ നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ മനസ്സുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കും. അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കണം. ഞാൻ നേരത്തെ ഒന്നാമത്തെ ദിവസം ഇൻട്രഡക്ഷൻ്റെ അന്ന് പറഞ്ഞിരുന്നു, അതിന് ശേഷവും പറഞ്ഞിരുന്നു, ഇഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കരുത്, എൻജോയ് ചെയ്യണം. നിങ്ങൾ ചിലർ നേരത്തെ B.Ed ഇത് വരണമെന്ന് ആഗ്രഹിച്ചു വന്നവരായിരിക്കാം, കുട്ടിക്കാലം മുതൽ ആഗ്രഹമുള്ളവരായിരിക്കാം, ചിലർ പിന്നീട് തീരുമാനിച്ചതായിരിക്കാം, ചിലർ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടുവന്നതായിരിക്കാം.
whatever it is. Once you enter this course, you should enjoy. You should start enjoying learning. You should start enjoying getting the skills, and you should start enjoying teaching. ആസ്വദിക്കണം. പഠിക്കുന്നതാണെങ്കിലും പഠിപ്പിക്കുന്നതാണെങ്കിലും ആസ്വദിക്കണം. ഇഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കരുത്. ഓരോ കാര്യം വിഷയവും പഠിക്കുമ്പോൾ ഇത്ര രസകരമാണ്, ഞാൻ ഇതൊരു കേൾക്കാത്തതാണല്ലോ, എന്റെ ജീവിതവുമായില്ല ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് അനുഭവങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ അല്ലെ, ആ രീതിയിൽ പഠിക്കണം. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. പിന്നീട് ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വിദ്യാഭ്യാസത്തിലെ ഫൈനാൻസിങ്ങിനെ കുറിച്ചാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏത് ലിസ്റ്റിലാണുള്ളത്? അത് കൺകറന്റ് ലിസ്റ്റിലാണോ? എന്താണ് കൺകറന്റ് ലിസ്റ്റ്? എപ്പോഴാണ് അത് കൺകറന്റ് ലിസ്റ്റിലാണ്? എപ്പോഴാണ് അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് വന്നത്? ആദ്യം എവിടെയായിരുന്നു? ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ ചെലവുകൾ എങ്ങനെയാണ് നടക്കുന്നത്? ആ ചെലവുകളുടെ കാര്യത്തിൽ ആരെങ്കിലും സമ്മർദ്ദം ഉപയോഗിക്കാറുണ്ടോ? ചിലർക്ക് മാത്രം കൂടുതൽ ഫൈനാൻസിങ്ങും മറ്റു ചിലർക്ക് കുറച്ചുമാണോ സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നത്? അങ്ങനെ പല വിഷയങ്ങളും ആ യൂണിറ്റിൽ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തർദേശീയ തലത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ എങ്ങനെ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്നതാണ്. ശരിക്കും സെക്കൻഡ് സെമസ്റ്ററിലെ നോളജ് ആൻഡ് കരിക്കുലത്തിൽ വരേണ്ട ഒരു വിഷയമാണ്, പക്ഷെ അത് ഇവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ LPGയെ കുറിച്ച് പഠിക്കും, ലിബറലൈസേഷനെ കുറിച്ച് പഠിക്കും. എന്താണ് ലിബറലൈസേഷൻ? ലിബറലൈസേഷൻ എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തെ സ്വാധീനിക്കുന്നത്? എന്താണ് പ്രൈവറ്റൈസേഷൻ? പ്രൈവറ്റൈസേഷൻ എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തെ സ്വാധീനിക്കുന്നത്? ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും, അതുപോലെ തന്നെ എന്താണ് ഗ്ലോബലൈസേഷൻ, ആഗോളീകരണം? ആഗോളീകരണം എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തെ സ്വാധീനിക്കുന്നത്? യുനെസ്കോയുടെ 4 pillars ഓഫ് എഡ്യൂക്കേഷൻ ആണ്. വാട്ട് ആർ ദ 4 pillars ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു യുനെസ്കോ? യുനെസ്കോ മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ 4 തൂണുകൾ എന്തൊക്കെയാണ്? എവിടുന്നാണ് ഈ 4 തൂണുകൾ വന്നിട്ടുള്ളത്? പണ്ടത്തെ ബോധന രീതികളും ഇപ്പോഴത്തെ ബോധന രീതികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ആർ ദ മോഡേൺ പാരഡൈംസ് ഓഫ് എഡ്യൂക്കേഷൻ? ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിദ്യാഭ്യാസ സങ്കേതങ്ങൾ, വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാഴ്ചപ്പാടുകൾ, മെത്തേഡുകൾ, ഇത് പണ്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ്. വിദ്യാഭ്യാസം എങ്ങനെയാണ് രാഷ്ട്ര നിർമ്മാണത്തെ സഹായിക്കുന്നത്? നാഷൻ ബിൽഡിങ്ങിന് എങ്ങനെയാണ് വിദ്യാഭ്യാസം സഹായിക്കുന്നത്? ഇങ്ങനെ പല വിഷയങ്ങൾ. അപ്പൊ ഇതിങ്ങനെ പഠിക്കുന്ന സമയത്ത് ആധുനിക ഇന്ത്യയും ആധുനിക ലോകവും, പൗരാണിക ഇന്ത്യയും പൗരാണിക ലോകവും, അല്ലെ, മധ്യകാല ഇന്ത്യയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. ഭയങ്കര രസമായിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ആസ്വദിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കറിയാത്ത കാലഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് സഞ്ചരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. നമുക്കറിയാത്ത പുതിയ പുതിയ ടേമുകൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ജിജ്ഞാസ നിങ്ങളിൽ വരികയാണെങ്കിൽ I guarantee you that you will definitely enjoy. നിങ്ങൾ എന്ത് ചെയ്യും? ആസ്വദിച്ച് പഠിക്കും. ഇതാണ് കോണ്ടംപററി ഇന്ത്യ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സമകാലീന ഇന്ത്യയും വിദ്യാഭ്യാസവും എന്ന് പറയുന്ന ആ ഒരു പേപ്പറിന്റെ ഒരു ആകത്തുക. ഇതൊരു ഫുൾ പേപ്പറായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മൾ പേപ്പറുകളിലേക്ക് നോക്കുമ്പോൾ 2 തരത്തിലുള്ള പേപ്പറുകളാണ് BEd കാണാം. നമ്മൾ ഫുൾ പേപ്പർ എന്ന പേരൊന്നുമില്ല, എന്നാൽ നമ്മൾ പറയുമ്പോൾ ഫുൾ പേപ്പർ, ഹാഫ് പേപ്പർ എന്ന് പറയും. ചില പേപ്പറുകൾ 80 മാർക്കായിരിക്കും എക്സ്റ്റേണൽ എക്സാം ഉണ്ടാകുക, 20 മാർക്ക് ഇന്റേണൽ. ചില പേപ്പറുകൾ 50 മാർക്ക് എക്സ്റ്റേണൽ മാർക്കും എക്സാം ഉണ്ടാകുന്ന മാർക്കും 10 മാർക്ക് ഇന്റേണൽ. ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്റേണൽ മാർക്കിൽ നിങ്ങൾ എത്ര വാങ്ങിച്ചാലും, 0 വാങ്ങിച്ചാലും പ്രശ്നമൊന്നുമില്ല. ടോട്ടൽ മാർക്ക് നിങ്ങൾ എത്ര വാങ്ങിച്ചാൽ മതി, പാസ്സാകാനുള്ള മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. എക്സ്റ്റേണൽ എക്സാമിന് പാസ്സാകാനുള്ള മാർക്ക് ഉണ്ടായാൽ മതി. പക്ഷെ ഇന്റേണൽ കുറയുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടോട്ടലിനെ അത് ബാധിക്കും എന്ന് മാത്രം. ഇവിടെ കോണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ ഇന്റേണൽ 20 മാർക്കാണ്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ വളരെ വിശാലമായി അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡൻസ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായി നിഷ്പക്ഷമായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നാൽ അതിലെ ചില റൂളുകൾ കാരണം പലപ്പോഴും നമുക്കതിന് സാധിക്കില്ല. എന്നാലും എൻ്റെ കഴിവിന്റെ പരമാവധി അതിൽ സത്യസന്ധത പാലിക്കണം, നീതി പാലിക്കണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ
മാർക്ക് തരാൻ സാധിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനനുസരിച്ച് ഒന്നും ആയിരിക്കില്ല, നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും. അപ്പൊ ഇന്റേണൽ മാർക്കിന്റെ ഒരു 20 മാർക്ക് ആണ് ഇതിൽ ഇന്റേണലിൽ. അതിന്റെ ഒരു രീതി ഞാൻ പറയാം. 4 മാർക്ക് അറ്റൻഡൻസ്. അപ്പൊ 90% അതിന് മുകളിലും അറ്റൻഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. 85 മുതൽ 89.9 വരെ, 89.9% അറ്റൻഡൻസ് ആണെങ്കിൽ അത് 90ലേക്ക് റൗണ്ട് ചെയ്യട്ടോ. അങ്ങനെ ചെയ്യരുത് എന്നാണ് അങ്ങനെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ റൂളിലുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 85% മുതൽ 89.9% വരെയാണ് നിങ്ങളുടെ അറ്റൻഡൻസ് എങ്കിൽ നിങ്ങൾക്ക് 4ൽ 3 കിട്ടും. 80% മുതൽ 84.9 വരെയാണ് നിങ്ങളുടെ അറ്റൻഡൻസ് എങ്കിൽ നിങ്ങൾക്ക് 4ൽ 2 മാർക്ക് കിട്ടും. 80% താഴെയാണ് അറ്റൻഡൻസ് എങ്കിൽ നിങ്ങൾ കണ്ടോണേഷൻ അടക്കണം. അത് 75 മുതൽ 80 വരെയാണ്, 70 മുതൽ 80 വരെയാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങൾ കണ്ടോണേഷൻ അടക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഈ കണ്ടോണേഷന്റെ ആ ഒരു കട്ട് ഓഫ് അറ്റൻഡൻസിന്റെ താഴെയാണ് നിങ്ങളുടെ അറ്റൻഡൻസ് എങ്കിൽ നിങ്ങൾ റോൾ ഔട്ട് ആകും. അങ്ങനെയാണ് നിയമം. പക്ഷെ നിങ്ങൾക്ക് 80% താഴെ എത്രയാണെങ്കിൽ അറ്റൻഡൻസ് എത്രയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. 4ൽ 1 മാർക്ക് കിട്ടും. ഇങ്ങനെയാണ് അറ്റൻഡൻസിന്റെ മാർക്ക് വരും. അറ്റൻഡൻസിന്റെ കാര്യം ഞാൻ പറയാം. സാധാരണ മുമ്പൊക്കെ ചെയ്യാറുള്ളത് നിങ്ങൾ രാവിലെ വന്ന് സൈൻ ചെയ്താൽ അത് അറ്റൻഡൻസ് ആയിട്ട് പരിഗണിക്കുന്ന രീതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ 2 വർഷമായിട്ട് ചെയ്യുന്നത് ആ അറ്റൻഡൻസ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ നിങ്ങളെ അനുവദിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അറ്റൻഡൻസ്. മാർക്ക് ഇടുന്ന അറ്റൻഡൻസ് ഞാൻ ഓരോ വിഷയവും ക്ലാസ്സിൽ എടുക്കാൻ വരുന്ന സമയത്ത് ക്ലാസ്സിൽ നിന്നും അറ്റൻഡൻസ് എടുക്കും. എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതിന്റെ ശതമാനം നോക്കിയിട്ടാണ് മാർക്ക്. ഇപ്പൊ എനിക്ക് കോണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ 40 ക്ലാസ്സുകളാണ് കിട്ടുന്നതെങ്കിൽ 5 ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ 90% താഴേക്ക് പോവുകയും നിങ്ങളുടെ മാർക്ക് 4ൽ നിന്നും താഴേക്ക് പോവുകയും ചെയ്യും. ആ രീതിയിലായിരിക്കും ചെയ്യും. എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കും. പരമാവധി ഞാനൊരു ഗൂഗിൾ ഷീറ്റിൽ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്യും. ആ ഗൂഗിൾ ഷീറ്റിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ കിടക്കിടക്ക് ആ ലിങ്കിൽ കയറി നിങ്ങളുടെ അറ്റൻഡൻസ് അപ്ഡേറ്റ് ചെയ്ത് അതിന്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് എന്നെ വിളിക്കാം, സർ എൻ്റെ ഇന്ന ദിവസത്തെ അറ്റൻഡൻസ് ഇട്ടിട്ടില്ല, ഞാൻ അന്ന് വന്നിട്ടുണ്ട് എന്ന് പറയാം. കോളേജിന്റെ ആവശ്യത്തിന് വേണ്ടിയാണ്, സ്പോർട്സ് അതുപോലെ തന്നെ ആർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു സിഗ്നേച്ചറോട് കൂടി, ഫോർ എക്സാമ്പിൾ സ്പോർട്സ് ആണെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാർ രാമൻ സാറാണ്. നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു, അപ്പൊ നിങ്ങൾ ഇന്ന ദിവസമൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് റഹ്മാൻ സാറിന്റെ സൈൻ വാങ്ങിച്ച പേപ്പർ ഉണ്ടെങ്കിൽ അറ്റൻഡൻസ് ഒക്കെ തരും. അത് നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതായിട്ട് പരിഗണിക്കുകയും ചെയ്യും. കാരണം അറ്റൻഡൻസിന്റെ മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇന്റേണൽ ടെസ്റ്റിനുള്ള ഒരു 6 മാർക്കാണ്. അപ്പൊ ഞാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയാൻ പോകുന്നത്, അത് അവസാനം പറയാം. ഇന്റേണൽ ടെസ്റ്റുകൾ നടക്കും. ചിലപ്പോൾ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം മോഡൽ എക്സാം ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ മോഡൽ എക്സാം മാത്രമേ സമയത്തിനനുസരിച്ചാണ്. അതിൽ 6 മാർക്കാണ് വരുന്നത്. അപ്പൊ അതിൽ ഞാൻ ചെയ്യുന്നത്, പണ്ടൊക്കെ ചെയ്തിരുന്നത്, ആദ്യകാലത്ത് നമ്മുടെ കോളേജിൽ 20-ൽ 20 ആർക്കും കൊടുത്തിരുന്നില്ല, 10-ൽ 10 കൊടുത്തിരുന്നില്ല. എന്നാൽ മറ്റ് കോളേജുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും അങ്ങനെ കൊടുക്കുന്നു എന്നറിയുകയും 4 സെമസ്റ്റർ കഴിയുമ്പോഴേക്കും നമ്മുടെ കോളേജിലെ ഏറ്റവും നന്നായി മാർക്ക് സ്കോർ ചെയ്യുന്നവർ പോലും ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിൽ തന്നെ മറ്റു കോളേജിലെ കുട്ടികളുമായി ഒരു 10-35 മാർക്ക് താഴേക്ക് പോകുന്നു എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും കൂടി സംസാരിക്കുകയും സ്റ്റാഫ് മീറ്റിംഗിൽ സംസാരിക്കുകയും അങ്ങനെയാണ് ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് വേണമെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നത്, എൻ്റെ പേപ്പറിൽ ഇപ്പോൾ ഒരു 80 മാർക്കിന്റെ പേപ്പർ ആണെങ്കിൽ ഒരു 80%, 64% മാർക്കിന് മുകളിൽ വരുന്ന ആളുകൾക്കൊക്കെ ഞാൻ എന്ത് ചെയ്യും, 6-ൽ 6 കൊടുക്കും. അതുപോലെ തന്നെ 50 മാർക്കിന്റെ പേപ്പർ ആണെങ്കിൽ 40-ൽ മുകളിൽ വരുന്നവർക്ക്, 45-ൽ മുകളിൽ വരുന്നവർക്ക് 2-ൽ 2 കൊടുക്കും. അതുപോലെ തന്നെ 80 മാർക്കാണെങ്കിൽ 72, 90% മുകളിൽ വരുന്നവർക്കൊക്കെ 6-ൽ 6, പിന്നെ 80% മുകളിൽ വരുന്നവർക്ക് 6-ൽ 5.5 കൊടുക്കും. സ്വാഭാവികമായിട്ട് 5.5 വരുന്നവർക്ക് അസൈൻമെന്റിനും അതുപോലെ തന്നെ അറ്റൻഡൻസിനും ടാസ്കിനും ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരും എവിടത്തേക്ക് വരും, ഫുൾ മാർക്കിലേക്ക് വരും. അപ്പൊ പിന്നീട് അത് സ്റ്റാഫ് മീറ്റിംഗിലുള്ള ഒരു ചർച്ചയിൽ ചില അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് ഒരു തീരുമാനം വന്നു,
ഒരു 50 സ്റ്റുഡൻസിൽ ഒരു 12 പേർക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു 14 പേർക്കൊക്കെ മാത്രമേ ഫുൾ മാർക്ക് കൊടുക്കേണ്ടതുള്ളൂ എന്ന് തീരുമാനം. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് എഴുതിയ ആളുകൾക്ക് മുഴുവൻ നല്ല മാർക്ക് കൊടുക്കും, എഴുതാത്തവർക്ക് ഒന്നും കൊടുക്കുകയും ചെയ്യില്ല. 10 പേജ് എഴുതിയാൽ ചിലപ്പോൾ 5 മാർക്ക് കിട്ടുന്നവരുണ്ടാവും. എന്നാൽ 45, 46 ചിലപ്പോൾ 50 കൊടുക്കും, 80, 72, 73 കൊടുക്കും. ഞാൻ പാരഗ്രാഫ് മുഴുവൻ വായിച്ചിട്ടാണ്, കാരണം പാരഗ്രാഫിന്റെ പോയിന്റിനനുസരിച്ചല്ല മാർക്ക് നൽകുക. പാരഗ്രാഫിന്റെ പോയിന്റ് നിങ്ങൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് വിശദീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് മാർക്ക് സാധാരണ തരാറുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 10-12 പേർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം വന്നപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത്, നിങ്ങളുടെ മൊത്തം മാർക്ക്, എല്ലാ സ്റ്റുഡൻസിന്റെയും മാർക്ക് കൂട്ടിയിട്ട് അതിന്റെ മീൻ കണ്ടെത്തി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടെത്തി, മീൻ്റെ കൂടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ഡബിളോ ഒക്കെ കൂട്ടി അങ്ങനെ ഏറ്റവും ബ്രില്യൻ്റ് അവരെ കണ്ട് അങ്ങനെ ആ രീതിയിലേക്ക് മാർക്കിംഗ് സിസ്റ്റം മാറ്റി. അപ്പൊ ഞാനിത് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോ എക്സാമിന് 80% മാർക്ക് കിട്ടിയാൽ പോലും, ഇന്റേണൽ എക്സാമിന് 80% മാർക്ക് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് ഇന്റേണൽ ഫുള്ള് കിട്ടണം എന്നില്ല, 6-6 കിട്ടണം എന്നില്ല. ആ 6-6 കിട്ടുക വഴി നിങ്ങൾക്ക് 20-20 കിട്ടണം എന്നില്ല. കാരണം നിങ്ങളെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഒരു 12 പേർ വേറെ ഉണ്ടെങ്കിൽ, അപ്പൊ അതാണ് ആ ഒരു താരതമ്യം ഞാൻ നേരത്തെ പറയുകയാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് 42 മാർക്ക് കിട്ടി, 80-ൽ നിങ്ങൾക്ക് ഒരു 65 മാർക്ക് കിട്ടി, എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു സങ്കടം വരാം. അത് നേരത്തെ പറയാണ്. അതിനർത്ഥം നിങ്ങൾക്ക് 65 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ 65 മാർക്കിനേക്കാൾ മുകളിൽ, അത് 65.5 ആവാം, 66 ആവാം, അതിന് മുകളിൽ മാർക്ക് കിട്ടിയ 13 ആളുകൾ വേറെ ഉള്ളത് കൊണ്ട് നിങ്ങളെക്കാൾ മികച്ചവർ എന്ന രീതിയിൽ അവർക്ക് മുഴുവൻ മാർക്ക് കിട്ടുകയും നിങ്ങൾ ചിലപ്പോൾ താഴോട്ട് വരികയും ചെയ്യും. മാത്രമല്ല ഈ 6 എന്നൊക്കെ പറഞ്ഞത് ചെറിയ വ്യത്യാസമായതുകൊണ്ട് ചിലപ്പോൾ ഇന്റേണൽ ടെസ്റ്റിൽ 70% മാർക്ക് കിട്ടിയ ആളും ഇന്റേണൽ ടെസ്റ്റിൽ 10 മാർക്ക് കിട്ടിയ ആളും തമ്മിലുള്ള മാർക്കിന്റെ അന്തരവും വളരെ ചെറുതായിരിക്കാം. അത് അങ്ങനെയൊക്കെ സംഭവിക്കാം. അത് നമ്മുടെ ഒരു റൂളാകുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. നേരത്തെ ഞാൻ പറയുന്നത്, നിങ്ങൾ പിന്നെ ആ സമയത്ത് സാർ ഇത്രയൊക്കെ നീതിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെയല്ല മാർക്ക് തന്നത് എന്ന് ചോദിക്കുന്നു. പരമാവധി നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് പരമാവധി നിങ്ങൾക്ക് തരാൻ ശ്രമിക്കും. പക്ഷെ റൂളും കൂടി നമ്മൾ പാലിക്കേണ്ടത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്റേണൽ ടെസ്റ്റുകളൊക്കെ നല്ല സീരിയസ് ആയിട്ട് എടുക്കണം. സീരിയസ് ആയിട്ട് ഇന്റേണൽ ടെസ്റ്റ് അഥവാ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നത് പോലെ തന്നെ മാർക്കിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തെയും സീരിയസ് ആയി നോക്കിക്കാണും. അത് നിങ്ങൾക്ക് അതിന്റെ പ്രശ്നം മനസ്സിലാച്ചാൽ, നിങ്ങൾ ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ് ടെസ്റ്റ് നടത്തുമ്പോൾ ആ ക്ലാസ് ടെസ്റ്റ് നിങ്ങളുടെ കുട്ടികൾ അവഗണിച്ചാൽ, ഒരു ചെറിയ ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ പോലും അത് അവഗണിക്കുമ്പോൾ അത് നിങ്ങളോടുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കുട്ടികളിൽ കാണും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങൾ ടീച്ചേഴ്സ് ആകാൻ പോകുന്നവരായതുകൊണ്ട് ഇനി പല കാര്യങ്ങളും കുറച്ചുകൂടെ എത്തിക്സിന്റെ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, നോക്കിക്കാണും. അറ്റൻഡൻസിന് 4 മാർക്ക്, ഇന്റേണൽ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് 6 മാർക്ക്, പിന്നെ ടാസ്കിന് 6 മാർക്കാണ്. കോണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പേപ്പറിൽ ടാസ്ക് ആയിട്ട് ഞാൻ തരാൻ പോകുന്നത് ഒരുപാട് ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഫോർ എക്സാമ്പിൾ, വേണമെങ്കിൽ ഒരു ഡോക്യുമെന്റ് ചെയ്യാം. ഒരു കാലികമായിട്ടുള്ള ഒരു ഇഷ്യൂ, സ്ത്രീധനമാകാം, റാഗിംഗ് ആകാം, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളെ കുറിച്ചാകാം. അങ്ങനെ ഒരു കാലികമായിട്ടുള്ള ഒരു വിഷയം തിരഞ്ഞെടുത്ത് അതിൻ്റെ കുറെ പിക്ചേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് അത് മ്യൂസിക് ഒക്കെ കൊടുത്ത് നിങ്ങൾ തന്നെ അതിനൊരു നെറേഷൻ ഒക്കെ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്ററി. അതെങ്ങനെയാണ് ഡോക്യുമെന്ററി ചെയ്യേണ്ടതിന്റെ മോഡലും സാമ്പിളൊക്കെ ഞാൻ കാണിച്ചു. നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ പലതരത്തിലുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. ഇനി അഥവാ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ക്ലാസ്സിൽ അത്തരം ആപ്പുകൾ പരിചയപ്പെടുത്തുകയും ലാപ്ടോപ്പിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ് ചെയ്യാം. പിന്നെ ഒരു ഷോർട്ട് ഫിലിം, ഏതെങ്കിലും ഒരു കോണ്ടംപററി ഇഷ്യൂ എടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്യണം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യനെയർ ഒക്കെ തയ്യാറാക്കി ആ ക്വസ്റ്റ്യനെയർ ആളുകളിലെ ഇടയിൽ വിതരണം ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്തൊരു പഠന റിപ്പോർട്ട് പോലെ ചെയ്യും. അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ആക്ടിവിറ്റീസും ഞാൻ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ടാസ്ക് ചെയ്യാം. ആ ടാസ്കിന് കിട്ടുന്നത് 6 മാർക്കാണ്. പിന്നെ ഒരു അസൈൻമെന്റ്. ഈ അസൈൻമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 10-15ഓളം ടോപ്പിക്കുള്ള ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരും. ഈ സിലബസിലുള്ള ടോപ്പിക്കുകൾ
വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ലിസ്റ്റിന് പുറത്തുള്ള ടോപ്പിക് കൊടുക്കുക. പക്ഷെ അത് സിലബസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. സിലബസിലുള്ള ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ആകണം എന്ന് മാത്രം. അപ്പൊ ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കി, അപ്പൊ നിങ്ങൾ വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയക്കണം, സർ ഞാൻ ഈ ടോപ്പിക് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അത് സിലബസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ടോപ്പിക്കും അസൈൻമെന്റിന് വേണ്ടി സെലക്ട് ചെയ്യാൻ സമ്മതിക്കും. ഒരേ ഒരു കാര്യം മാത്രമേ, അസൈൻമെന്റ് ഒറിജിനൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അസൈൻമെന്റ് നിങ്ങൾ മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷിൽ എഴുതിയാലും പ്രശ്നമില്ല എന്നാണ് സാധാരണ പറയാറ്. അസൈൻമെന്റ് എന്ന് പറഞ്ഞത് ഒരു സോഴ്സിൽ നിന്നും നേരിട്ട് അവിടെയുള്ള പാരഗ്രാഫ് എന്നിട്ട് കോപ്പി അടിക്കലല്ല. ഒരു സോഴ്സിൽ നിന്നും ഒരു പാരഗ്രാഫ് എഴുതുക, വേറൊരു സോഴ്സിൽ നിന്ന് വേറൊരു പാരഗ്രാഫ്, അങ്ങനെ തന്നെ എഴുതല്ല. നമ്മൾ ഒരു വിഷയം വായിച്ച് അത് മനസ്സിലാക്കി അത് നമ്മുടെ ഭാഷയിൽ റിക്രിയേറ്റ് ചെയ്യും. അത് റിക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ഉദാഹരണങ്ങളും സാമൂഹികമായിട്ടുള്ള ഉദാഹരണവും സംഭവങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അസൈൻമെന്റ് എഴുതേണ്ടത്. അത് പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷ ഒരു പ്രശ്നമുള്ളത് കൊണ്ട്, അതൊരു ഒരു പ്രതിബന്ധമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അസൈൻമെന്റ് എഴുതാം. നിങ്ങളുടെ ഡോക്യുമെന്ററിയും അങ്ങനെ തന്നെയാണ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന പേപ്പർ അല്ലാത്ത എല്ലാ പേപ്പറും, ജനറൽ പേപ്പറും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാം. ഇംഗ്ലീഷ് ബി എഡ് സെലക്ട് ചെയ്തവർ, അറബിക് ബി എഡ് സെലക്ട് ചെയ്തവർ, ഹിന്ദി ബി എഡ് സെലക്ട് ചെയ്തവർ, ഇവർ അവരുടെ ഓപ്ഷണൽ സബ്ജക്ട് എന്തായാലും അവരുടേതായ ലാംഗ്വേജിൽ എഴുതണം. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. അതുപോലെ തന്നെ ജനറൽ പേപ്പർ, സൈക്കോളജി ആയാലും കോണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഒക്കെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതാം. ലാംഗ്വേജ് അക്രോസ് കരിക്കുലം ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. എന്തുകൊണ്ടാണ് ഞാൻ പിന്നീട് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് പറയാം. അസൈൻമെന്റുകൾ ഒറിജിനൽ ആയിരിക്കണം. അതിന് ഒരുപാട് 10-25 പേജ് വേണമെന്നില്ല. ഒരു 5-6 പേജ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി നിങ്ങൾ സ്വന്തമായി ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതുന്ന അസൈൻമെന്റ്. ഞാൻ ഈ അസൈൻമെന്റ് ഒക്കെ വായിച്ചു നോക്കും, പരമാവധി ഒറിജിനൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കും. അതൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും അല്ല. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു വിശ്വാസപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്, എൻ്റെ ഈ തൊഴിൽ എന്ന് പറയുന്നത് ഞാൻ അത് സത്യസന്ധമായി കൊണ്ട് നടക്കേണ്ടതാണ് എന്ന്. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നോട് അതിനെ കുറിച്ച് ചോദിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഞാൻ അതിനോടൊരു കമ്മിറ്റ്മെന്റ് കാണിക്കണം. എനിക്ക് ആകാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ചിലപ്പോൾ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടും ഒക്കെ നിങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ എൻ്റെ കഴിവിന്റെ അപ്പുറത്തുള്ള സോഴ്സിൽ നിന്നൊക്കെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ പിന്നെ എനിക്ക് വേറെ രക്ഷയില്ല. ഞാൻ പരമാവധി ശ്രമിക്കുമെന്നാണ് പറയുന്നത്. ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള വർക്കുകൾ എനിക്ക് കിട്ടണം എന്നൊരാഗ്രഹം മാത്രം. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല. ഒരിക്കലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കും. നിങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ നമ്മുടെ മുന്നിലുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ചില ആളുകൾ സ്വന്തമായിട്ട് എഴുതുമ്പോൾ മറ്റു ചിലർ കോപ്പി അടിച്ച് മാർക്ക് വാങ്ങുക എന്ന് പറയുന്നതും അത് എത്തിക്സിനെതിരാണ്. അപ്പൊ അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. നിങ്ങളൊക്കെ കോപ്പി അടിക്കുന്നവരാണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നവരായിരിക്കില്ല. ആർക്കെങ്കിലും പലപ്പോഴും നമ്മൾ ചില ഘട്ടങ്ങളിൽ ഈ ലാംഗ്വേജ് ഒക്കെ പ്രശ്നമായിട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ മറ്റ് സ്രോതസ്സുകളൊക്കെ എഴുതും. അതൊക്കെ കരുതിക്കൂട്ടി ഒരു തെറ്റ് ചെയ്യണം എന്ന് കരുതിയിട്ട് ചെയ്യുന്നതൊന്നല്ല. അതൊക്കെ ഒഴിവാക്കി നമ്മൾ സ്വന്തമായിട്ട് തന്നെ എഴുതാനും ഒക്കെ പഠിക്കണം. നമ്മൾ ജേണലുകളിലേക്കൊക്കെ പിന്നീട് ലേഖനങ്ങൾ എഴുതണം. അതൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ നമ്മുടെ ഈ എഴുതാനുള്ള കഴിവൊക്കെ നമ്മൾ വിപുലപ്പെടുത്തി കൊണ്ടുവരണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇതാണ് ഈ പേപ്പറിനെ കുറിച്ച് പറയുന്നത്. ഈ വിഷയങ്ങളൊക്കെ ആയിരിക്കും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഇന്റേണൽ മാർക്കുകൾ നൽകപ്പെടുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് കൂടുതൽ നീണ്ടുപോയി വീഡിയോ. ഇതിന്റെ കൂടെ തന്നെ ഇനി ലാംഗ്വേജ് അക്രോസ് കരിക്കുലം കൂടി ചെയ്യുന്നത് അനുചിതമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ എന്താണ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്ന പേപ്പർ, അതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന്, അതിന്റെ ഇന്റേണൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നൊക്കെ അവിടെ ചർച്ച ചെയ്യും. താങ്ക് യു വെരി മച്ച്.